വരണേട്ടാ എണീറ്റ്. എന്തൊരു നേര്, എന്ത് കിടപ്പായി കിടക്കുന്ന. എനിക്കങ്ങോട്ട് ഞാൻ എണീറ്റോളാം, നീ പൊക്കോ. ഇന്നലെ തന്നെ നല്ല ക്ഷീണമുണ്ട് എനിക്ക്. അതിന് നിങ്ങൾക്ക് എന്ത് ക്ഷീണം ഉണ്ടാവാനാ? ഞാനല്ലേ, എന്റെ അവസ്ഥ നിങ്ങൾ കാണുന്നില്ലേ? രാവിലെ എനിക്ക് എണീക്കാൻ പോലും വയ്യായിരുന്നു. അയ്യോ അയ്യ, എനിക്കല്ല, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. എനിക്ക് കൈയും കാലും ഒക്കെ വേദന എടുക്കാം. നീ ഇങ്ങോട്ട് വാ, ഒരു റൗണ്ട് കൂടി പോവാം, അപ്പൊ കുറച്ച് വേദന കുറയും. അയ്യടെ പൂസു, ഒന്ന് എണീറ്റങ്ങോട്ട്. മനുഷ്യന് ദേഷ്യം പിടിപ്പിക്കാനായിട്ട്. പോവല്ലേ, ഇങ്ങോട്ട് വാ. ഏട്ടന്റെ അടുത്ത് കിടക്ക, നമുക്കിവിടെ കിടന്ന് ഉറങ്ങാടി. സമയൊന്നും ആയില്ലല്ലോ, നീ ഇങ്ങനെ നിർത്തി കാണിക്കുന്നത് എന്തിനാ? അമ്മയ്ക്ക് അന്വേഷിക്കും. അവരോട് അടുക്കളയിൽ എന്താ പണിയില്ല. ഞാൻ അങ്ങോട്ട് പോട്ടെ. വീട്ടിൽ കാട്ടുന്നത്. ശരി, ഇപ്പൊ വേണ്ടെങ്കിൽ വേണ്ട, പക്ഷെ വൈകുന്നേരം നീ എന്റെ അടുത്തേക്ക് വരണം. എടാ, നീ എന്താണ് ഇങ്ങോട്ട് വരുന്നത്? എന്തോരു ദിവസമായി. ഞങ്ങൾ ഉടനെ തന്നെ എത്തിക്കോളാം അമ്മ. അതൊക്കെ പോട്ടെ, നീ എന്റെ മോളുടെ ഒന്ന് ഫോൺ കൊടുത്തേ. മോളാ? ഏത് മോള്? നിങ്ങൾക്ക് ഞാൻ ഈ മോൻ മാത്രമല്ലേ ഉള്ളൂ, പിന്നെ ഏത് മോളെ നിങ്ങൾ ഈ പറയുന്നത്? ഒന്ന് പോയടാർക്ക, ആ കൊച്ചിന് ഫോൺ കൊടുക്കാനല്ലേ നിന്റെ അടുത്ത് പറഞ്ഞത്. മോളമ്മേനെ മറന്നോ? എന്താ ഇങ്ങോട്ടൊന്നും വരാത്തത്? വേഗം വാ, വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് മോളെ. കൊറേ നാളായില്ലേ കണ്ടിട്ട്. ശരി അമ്മ, എന്നാ ഞാൻ പിന്നെ വിളിക്കാവേ. ശരി മോളെ, എന്ന് നാളെ കാണാം. ബൈ. My mom, മമ്മി, എന്റെ മമ്മി. മോളെ വാ വാ, നമുക്ക് സുഖല്ലേ? വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ? മോളെ അമ്മ വല്ലാണ്ട് മിസ് ചെയ്തു. എന്തോ ഒരു നാളായി കണ്ടിട്ട്. എപ്പോൾ പോയതാ ഇവിടുന്ന്? കല്യാണം കഴിഞ്ഞ ആ സമയത്തും കണ്ടല്ലേ നിങ്ങൾ പോയത്? ഇപ്പം 2 വർഷമായി. എന്തോ ഒരു നാളാ നിങ്ങളെ കാണാണ്ട് ഞങ്ങൾ ഇരുന്നേന്ന് നിങ്ങൾക്ക് അറിയോ? അതൊക്കെ പോട്ടെ, അകത്തോട്ട് വാ. നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഫുഡും അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വാ. അതെന്താ നല്ല അങ്ങനെ ഒരു ആൾക്കാര്? നിങ്ങളെന്താ എനിക്കിഷ്ടപ്പെട്ട ഫുഡൊന്നും ഉണ്ടാക്കില്ലേ? നിങ്ങളെന്നെ മിസ് ചെയ്തില്ലേ? നിങ്ങൾ എന്നെ ദത്തെടുത്തതാണെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? സഹിക്കാം. ഇത്രയും കാലം വളർത്തി വലുതാക്കിയില്ലേ, ഇനി അങ്ങോട്ട് സഹിക്കാം. പോടാ അവിടുന്ന്, ഇങ്ങോട്ട് കയറി വാ. നിനക്കും ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവൻ്റെ ഒരു വാഗ്ദാനം. പറഞ്ഞിട്ടത് എവിടെ പോവാ? എല്ലാവരും കൂടി വർത്താനം പറയാതിരിക്കുമ്പോ. എനിക്ക് ഓഫീസിലെ കുറച്ച് ഫയൽസ് ഒക്കെ നോക്കാനുണ്ട്, ഞാൻ അങ്ങോട്ട് പോട്ടെ. കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, പെട്ടെന്നല്ലേ വന്നത്. അപ്പൊ ഞാൻ അത് ചെയ്തിട്ട് വരാം. നിങ്ങൾ വർത്താനം പറഞ്ഞു. മോളെ, അവൻ ഇപ്പോഴും ഈ ഓഫീസ്, ഫയല്, വർക്ക് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലേ? എന്റെ പൊന്നമ്മേ, അങ്ങനെയൊന്നും പറഞ്ഞേക്കല്ലേ. അങ്ങേരുടെ മുന്നിൽ വെച്ച് പറഞ്ഞേ അങ്ങേരെ നമ്മുടെ തലക്കെട്ട് കിഴക്കും. അത്രയ്ക്ക് ദേഷ്യം അങ്ങനത്തെ വർക്കിനെ നമ്മൾ കുറ്റം പറയുന്നത്. ഞാൻ എന്തെങ്കിലും ഒരു ദിവസം റെഡിയായി കുളിച്ച് കുട്ടപ്പയായിട്ട് ഇരിക്കുകയായിരിക്കുമ്പോ കറങ്ങാനൊക്കെ പോവാന്ന് പറഞ്ഞിട്ട് പെട്ടെന്നായിരിക്കും വിളിച്ചോളൂ. അയ്യോ, എനിക്കവിടെ മീറ്റിംഗ് ആണ്, ഞാൻ ഇന്ന് വരില്ല കേട്ടോ, നീ കിടന്നുറങ്ങിക്കോളാം. എങ്ങനെ എന്നും പറയാറ്? എനിക്ക് ചില സമയത്ത് സങ്കടം വരും. അമ്മ എന്താ ഇച്ചിരി നേരം ഒന്ന് കിടക്കട്ടെ. ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഉച്ചയ്ക്ക് ഒന്ന് കിടന്നുറങ്ങുന്ന ശീലമുണ്ട്. അതാരണം ഒന്ന് പോയി കിടന്നുറങ്ങട്ടെ. മോള് പോയി എന്നാൽ കുറച്ചു നേരം റെസ്റ്റ് എടുത്തോ. അവനവിടെ പോയിരുന്നു. ശരി അമ്മ, അമ്മ പോയി കിടന്നോ. ഞാൻ വരണ, എൻ്റെ അടുത്ത് പോവാ. വരണേട്ടാ, വരണേട്ടാ, ഒന്ന് ഇങ്ങോട്ട് നോക്കിക്കേ. കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. എന്താടി, എന്താ നിനക്ക് കുഴപ്പം? ഞാൻ ഇവിടെ വർക്ക് ചെയ്തോണ്ടിരിക്കണ കാണാൻ പാടില്ലേ? അതിനെല്ലാത്തിനാ വെച്ചാ നിങ്ങളിങ്ങനെ ചൂടാവുന്നേ?
ഞാൻ വരണോട്ടൊന്ന് വിളിച്ചിട്ടുള്ളൂ, ഒന്നും പറഞ്ഞില്ലല്ലോ. നിനക്കറിയാവുന്ന കാര്യമല്ലേ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തരുതെന്ന്. പിന്നെ എന്നത്തിന് ഇങ്ങോട്ട് വന്ന് നിനക്ക് അവിടെ ഇരിക്കാനല്ലേ ഞാൻ പറഞ്ഞത്. അമ്മയ്ക്ക് ഉച്ചയ്ക്ക് ഉറങ്ങുന്ന ശീലം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അമ്മ ഉറങ്ങാൻ പോയി. അപ്പൊ ഞാനെന്ത് ചെയ്യാനാ? അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇങ്ങോട്ട് വന്നതൊക്കെ ഓക്കെ, എന്നാ പിന്നെ ഫോൺ വിളിച്ചാൽ മിണ്ടാണ്ടിരുന്നാ പോരെ. എന്നെ എന്തിനിങ്ങനെ ശല്യപ്പെടുത്തുന്നു? അതിന് ഞാൻ എന്ത് ശല്യപ്പെടുത്തുന്ന മനുഷ്യൻ നിങ്ങൾ പറയുന്നത്? ഞാനൊന്നും നിങ്ങൾ വിളിച്ചതാണോ ഇത്ര വലിയ തെറ്റായി പോയത്? എന്റെ പൊന്നമ്മ ഒന്ന് അവിടെ നിന്ന് പോകാമോ? മനുഷ്യത് എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്ത് തീർത്തോട്ടെ. എനിക്കത് നാളെ സബ്മിറ്റ് ചെയ്യാനുള്ളതാ. നീ ഒന്ന് അങ്ങോട്ട് കടന്നു പോ. എന്നാ ഞാൻ പോയി ഒരു കാപ്പി എടുത്തോണ്ട് വന്നാലോ? അതെങ്ങനെയുണ്ട്? നീ എന്തേലും കാട്ടിക്കോ, എന്നെ ശല്യപ്പെടുത്തരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. അങ്ങോട്ട് പൊക്കോ. ആ ശരി, ഞാൻ പൊക്കോളാം. ഞാൻ പോയി കാപ്പി എടുത്തിട്ട് വരാവേ. അയ്യോ എന്റെ കർത്താവ്, എന്നെ കൊല്ലും. അവിടെ മൊത്തം കാപ്പിയായി. ഈശ്വര, ഞാനിപ്പോ എന്താ ചെയ്യാ? തുണി എടുത്തിട്ട് വരാം. ഈശ്വര, തുടച്ചിട്ട് പോകുന്നില്ലല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? അന്നേരം ഇതവിടെ പോയതാ. ബാത്റൂമിൽ ഞാൻ കയറിയതാണോ? കുച്ചിട്ടാലോ പോയിട്ട്? ഈശ്വര, എനിക്ക് പേടിയായിട്ട് വയ്യ. പിന്നെ ആ പ്രാന്തൻ എന്നെ കൊല്ലും, എനിക്ക് ഉറപ്പാ. ആവശ്യമുണ്ടോ നിനക്ക്? ഒരു കാര്യമില്ലാതെ കാപ്പി എടുക്കാൻ പോയിക്കുന്നവള്. ഭഗവാനെ, എനിക്ക് പേടിയായിട്ട് വയ്യാവേ. എന്താ അവിടെ? നീ കാപ്പി എടുക്കാൻ പോയിട്ട് എടുത്തോണ്ട് വന്നോ? ഇത് എന്തായി കാണിച്ചു വെച്ചേക്കുന്നത്? എന്ത് പണിയാടി നീ കാണിച്ചത്? ആ ഫയലിൽ മൊത്തം ആ കോഫി ആക്കിയല്ലേ? നിന്നോട് ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ഒരു തേങ്ങ വേണ്ടെന്ന്. അവളുടെ ഒരു കോഫി കൊണ്ട് വന്നേക്കാം. മനുഷ്യ ഇനി എന്തോരം നേരം എടുത്ത് റീവർക്ക് ചെയ്താൽ ഇത് ശരിയാക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. അത് പറഞ്ഞിട്ട് സോറി, ഞാൻ അറിയാണ്ട് എന്റെ കൈ തെന്നിപ്പോയതാ. അവളുടെ ഒരു സോറി കടന്നു പോകരുത്. മനുഷ്യന് എന്തൊക്കെ ചെയ്താലും ഇനി ഇതൊന്ന് ശരിയാക്കി എടുക്കാൻ പറ്റും ദൈവത്തിനറിയാം. മാറിക്കങ്ങോട്ട്. പറഞ്ഞിട്ട് സോറി, ഞാൻ പറഞ്ഞിട്ട് ഞാൻ അറിയാതെ പറ്റിയതാന്ന്. എന്തിനാ ചൂടാവുന്ന? എനിക്കിന്റെ സങ്കടം വരും കേട്ടാ. ഇവിടുന്ന് കടന്നു പോവാമോ? എനിക്ക് നല്ല ദേഷ്യം വന്നിരിക്കുക. കടന്നു പോകരുത്. ഞാൻ പോവില്ല. വരണ എന്നോട് ക്ഷമിച്ചെന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ അവിടുന്ന് പോകൂ. പറ, ക്ഷമിച്ചെന്ന് പറ. ഞാൻ അറിയാണ്ട് ചെയ്താൽ മനഃപൂർവ്വമൊന്നുമില്ലല്ലോ. ക്ഷമിച്ചെന്ന് പറയാ പ്ലീസ്. നിന്നോട് അവിടുന്ന് ഇറങ്ങി പോകാനല്ലേ പറഞ്ഞത്? ഇറങ്ങി പോടി. എന്താ മോളെ, എന്താ പറ്റിയ? റൂമിൽ നിന്ന് കുറെ നേരമായാലും ഒച്ചയും ബഹളമൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട്. എന്താ ഉണ്ടായേ? അമ്മ, അത് ഞാൻ അറിയാണ്ട് ഇട്ടുണ്ട് ഫയലില് കോഫി. അറിയാണ്ട് പറ്റിയതാ. കോഫി എന്റെ കൈ തട്ടി താഴെ വീണപ്പോ ഫയലില് കുറച്ചായി. അതിനെ ഒച്ചപ്പാടുണ്ടാക്കിയത്. പോട്ടെ മോളെ, സാരില്ല. അവനിങ്ങോട്ട് വരട്ടെ. അവന് നമുക്ക് നല്ല അടി വെച്ച് കൊടുക്കാം. എന്തിനാ ഈ ചെറിയ കാര്യത്തിനൊക്കെ അവനിങ്ങനെ ദേഷ്യം പിടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തെ. കുറച്ച് കോഫിയല്ലേ വീണത്. അമ്മ, ഞാൻ സോറി പറഞ്ഞത് അമ്മ. എന്നിട്ട് ഏട്ടനോട് ക്ഷമിക്കാൻ വേണ്ടി ചീത്ത പറഞ്ഞോണ്ടിരിക്കുക. സാരല്ല മോളെ, മോള് വാ, അമ്മ കാപ്പിയിട്ട് തരാം. വാ അമ്മ, എനിക്ക് തല ഇറങ്ങുന്ന പോലെ അമ്മ. അമ്മ, എനിക്ക് തീരെ വയ്യ. എന്താ പറ്റിയ മോളെ? വാ, ഇവിടെ ഇരിക്കെ. ഈശ്വര, എന്താണോ പറ്റിയത്? മോളെ ഇവിടെ ഇരിക്കെ. അമ്മ പോയി കുറച്ച് വെള്ളം എടുത്തിട്ട് വരാം. എന്താ മോളെ, ഈ വെള്ളം കുടിക്കുമ്പോൾ കുറച്ച് ശരിയാവും. എന്താ പറ്റിയ? എന്താ ബുദ്ധിമുട്ട്? നമുക്ക് തല ഇറങ്ങുന്നുണ്ടോ? ആശുപത്രി പോണോ മോളെ? എനിക്ക് തീരെ വയ്യ അമ്മ. എനിക്ക് എന്തോ തല ഇറങ്ങുന്നു. ഛർദിക്കാൻ വരാനൊക്കെ തോന്നുന്നുണ്ട്. അയ്യോ, എനിക്ക് വയ്യ അമ്മ. മോളെ ഇവിടെ ഇരുന്നോ, അമ്മ പോയി അവനെ വിളിച്ചിട്ട് വരാം. ഇവിടെയാണെങ്കിൽ അച്ഛനും ഇല്ല. അച്ഛൻ ഈ സമയത്ത് എന്നും കടയിൽ പോകണ ഒരു സ്വഭാവമുണ്ട്. മോളെ ഇവിടെ ഇരിക്കട്ടോ. അമ്മ പോയി അവനെ വിളിച്ച് നമുക്ക് ഒന്നിച്ച് ആശുപത്രി പോകാം. എടാ ചെറുക്ക, ആ വാതിലിങ്ങനെ തുറന്നേടാ. എടാ ചെറുക്ക. ആ പെണ്ണ് അപ്പത്തേനും അമ്മയുടെ തലയിൽ ഊതി കൊടുത്തിട്ടുണ്ടാവും എന്തെങ്കിലും. അതായിരിക്കും അമ്മ വന്ന് വിളിക്കുന്നത്. ഇയർഫോൺ എടുത്ത് വെക്കാം, അപ്പൊ പിന്നെ അറിയില്ലല്ലോ. എന്റെ മുന്നിൽ കർത്താവ്, ഈ ചെറുക്കനെ എന്താ കഥ തുറക്കാത്തത്? അവനെ അതിൻ്റെ ഉള്ളിൽ അടയിരിക്കാണോ? എനിക്കറിയാൻ പാടില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? ഞാൻ പോയി ടാക്സി വിളിക്കാം. അതേ ഇനി നിവർത്തിയുള്ളൂ. മോളെ, അമ്മ ടാക്സി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് കയറി ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. അല്ല അമ്മ, വരണേട്ടനോ? ഏട്ടനെന്താ വരാത്തത്? വിളിച്ചിട്ട് കഥ തുറക്കുന്നില്ല എൻ്റെ പൊന്നു മോളെ. വാ അങ്ങോട്ട്, നമുക്ക് ഒന്നിച്ച് പോയിട്ട് വരാം. അവൻ എന്തിനടയിരിക്കാന്നൊന്നും എനിക്കറിയത്തില്ല. വാ, എനിക്ക് മെല്ലെ.
ഓ എന്റെ കർത്താവേ, അങ്ങനെ അത് കഴിഞ്ഞു. 2 മണിക്കൂർ എക്സ്ട്രാ എടുത്തു ആ പെണ്ണ് ഇങ്ങനെ ഒരു പരിപാടി കാണിച്ചിട്ട്. അമ്മ അമ്മ എന്റെ അമ്മ എവിടെ പോയി? ഇനി അടുക്കളയിലുണ്ടാവോ? ഹായ്, ഇവരൊക്കെ ഇത് എവിടെയാ പോയത്? ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ ഈശ്വര. ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ആഹാ, അത് ശരി. എല്ലാവരും കൂടി എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് കറങ്ങാൻ പോയതാണല്ലേ? ഇങ്ങോട്ട് വരട്ടെ, ശരിയൊക്കെ കൊടുക്കാൻ ഞാൻ. നിങ്ങളിത് എല്ലാവരും കൂടി എവിടെ പോയതാ? മഞ്ജു ഇവിടെ കുറെ നേരമായി അന്വേഷിച്ചിറക്കുന്നു. മെല്ലെ അമ്മ പിടിക്കാം. വാ വിശാ കേട്ടോ, ഒന്ന് പിടിച്ചങ്ങോട്ടെ. നോക്കി നിൽക്കാം. മെല്ലെ മെല്ലെ നടക്കുന്നുണ്ട്. ഇന്ന് താഴത്തെ റൂമിൽ കിടന്നാൽ മതി കേട്ടോ. അല്ല, ഇവക്കതെന്താ പറ്റിയത്? ഇങ്ങനെ പിടിച്ചുകൊണ്ടൊക്കെ വരാൻ മാത്രം. എന്താ പറ്റി? കേട്ടോ, വിശാട്ട മോളെ അവിടെ കൊണ്ടിരുത്തിക്കാം. ഞാനേ ഇവന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കട്ടെ. നീ എന്താടാ പറഞ്ഞത്? എന്തിനാ മോളെ അങ്ങനെ പിടിച്ചോണ്ട് പോണെന്ന് നിനക്കറിയില്ലേടാ? എന്താ മോക്ക് പറ്റിയെന്ന്? ആരെയെങ്കിൽ ചോദിക്കോ? ഞാൻ ഉച്ചക്ക് വർക്ക് ചെയ്തോണ്ടിരുന്നപ്പോ ഞാൻ 2 ചീത്ത പറഞ്ഞതിനായിരിക്കും. അതാണോ? അതിപ്പോ എന്താ, ആളല്ലേ തെറ്റ് ചെയ്തത്? ആളെന്റെ കോഫി എടുത്തോണ്ട് വരാന്ന് പറഞ്ഞ് പോയിട്ട് എന്റെ കോഫിയൊക്കെ മൊത്തം വെച്ചിട്ടാ ഫയലിൽ കൊണ്ടുപോയിട്ടാ. പിന്നെ എനിക്ക് ദേഷ്യം വരച്ചത്. 2 മണിക്കൂർ എക്സ്ട്രാ വർക്ക് ചെയ്തിട്ടാ അതിപ്പോ കംപ്ലീറ്റ് ആക്കിയത്. എനിക്ക് നാളെ അയച്ചു കൊടുക്കാനുള്ള ഫയലാ അത്. അതുപോലും അറിയില്ലാത്ത ഞാൻ പറയുന്നില്ല, കൂടിപ്പോ. ആടാ നീ പറയണ്ട, നീ ഒന്നും പറയരുത്. ആരോട് നീ പറയാനും വന്നു പോരുത്. അങ്ങോട്ട് അമ്മ എന്റെ കാര്യം പറ അമ്മ. നിങ്ങൾ എങ്ങോട്ടാ പോയത്? നിങ്ങൾ വല്ല ഫുഡ് കഴിക്കാൻ വല്ലതും പോയതാണോ? അതോ വല്ല സിനിമയ്ക്കോ ഹോട്ടലോ എങ്ങനെ പോയിന്ന് വെച്ചാൽ അത് പറഞ്ഞൂടെ? എനിക്കൊന്നും മേടിച്ചില്ലേ? അയ്യേട്ടാ, മേടിക്കാൻ പറ്റിയൊരു സാധനം ഇങ്ങോട്ട് വേണം. നാട്ടിൽ ഞാൻ മേടിച്ച് തരുന്നുണ്ട് നിനക്ക്. പാവം എന്റെ മോള്. അമ്മ പോകല്ലേ അമ്മ, പറഞ്ഞിട്ട് പോവമ്മ. മോളെന്തിനും മേലോട്ട് പോകുന്നേ? ഇവ താഴെ കിടന്നാ പോരെ? അതല്ല അമ്മ, എന്റെ ഡ്രസ്സൊക്കെ അവിടെ ഇല്ലേ, എനിക്കൊന്ന് ഫ്രഷ് ആവണം. അത് കഴിഞ്ഞിട്ട് ഞാൻ താഴോട്ട് വരാം. അല്ല, എന്തിനപ്പ താഴെ എടുക്കുന്ന? മേലപ്പ എന്താ കുഴപ്പം? ഞാനങ്ങനെ പറഞ്ഞോണ്ടാണോ? ഈ പെണ്ണും തമ്മിൽ ഒന്നും മിണ്ടാണ്ട് പോകുന്നേ. എനിക്ക് ദേഷ്യം വരും കേട്ടാ. നിങ്ങളുടെ മരുമകളടുത്ത് പറഞ്ഞോ മര്യാദയ്ക്ക് മിണ്ടാൻ. നീ എന്തേലും കാട്ടരുത് ചെറുക്കാം. വിശ കേട്ടാ, വന്നേ, ഞാൻ ഫുഡ് എടുത്ത് തരാം. ഇവിടെ ഉള്ളവർക്കൊക്കെ എന്താ പറ്റിയ കർത്താവേ? ഞാനിനി എന്ത് ചെയ്യും? ഇതെന്താ മാഡം, തുണിയൊക്കെ മടക്കി വെച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണോ? നിന്റെ വായനെന്താടി പഴാണോ? എന്താ ചോദിച്ചതിനെന്തെങ്കിലും മറുപടി പറഞ്ഞാൽ എന്താ കുഴപ്പം? നിന്നെ ഞാൻ ചീത്ത പറഞ്ഞതിന് ഒരു കാരണമുണ്ട്. നിനക്കും അറിയാം, എനിക്കും അറിയാം. പിന്നെന്താ ഇപ്പൊ പ്രശ്നം? മാറിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ശരി, സോറി, സമ്മതിച്ചു. ഇങ്ങോട്ട് വാ. ഏട്ടനെ കൂട്ടി കാണുന്നുണ്ടോ? ഞാൻ ചുമ്മാ പറഞ്ഞേ. അപ്പൊ ദേഷ്യം അങ്ങനെ പറഞ്ഞു വെച്ചിട്ട് അവരുടെ കുട്ടിയെടുത്തായിരുന്നു അങ്ങനെ ഒന്നും നിൽക്കാൻ പറ്റുമോ? നിനക്ക് തോന്നുന്നുണ്ടോ ഏട്ടൻ അങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നു? പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് പറഞ്ഞതേ ഞാൻ. അല്ലാണ്ട് എനിക്ക് പിന്നെ ഏട്ടൻ അങ്ങനെ പറഞ്ഞു. നിങ്ങളോട് മാറിക്കാനല്ലേ ഞാൻ പറഞ്ഞത്? എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞത്. ഇതേ പെണ്ണ്, ഞാൻ ഇത്രയും മുമ്പ് കുറച്ച് മര്യാദയ്ക്കാണ് പറഞ്ഞത്. നീ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടാ. വാ, നിങ്ങൾക്ക് ദേഷ്യം പിടിച്ചാൽ എനിക്ക് ഒരു കുഴപ്പമില്ല. മാറിക്കങ്ങോട്ട്, ഞാൻ താഴെ കിടക്കുന്നുള്ളൂ. എന്നാ പോടി, നീ പോയി താഴെ പോയി കിടന്നു. എനിക്ക് നിന്നെ വേണ്ട. അല്ലെങ്കിൽ ഞാൻ താഴോട്ട് തന്നെയാ പോകുന്നു. നിങ്ങളുടെ കൂടെ കാര്യം കിടക്കുന്നു. നീ ഞാൻ നിങ്ങളുടെ അടുത്ത് മുൻപ് എനിക്ക് നിങ്ങളെ കാണണ്ട. ഒക്കെ അവിടെ. ഈശ്വര, കാര്യം കട്ട സീരിയസ് ആണല്ലോ ഈ പെണ്ണിനത്. എന്നാലും ഞാനിങ്ങനെ ചീത്ത പറയാറുള്ളതൊക്കെ ഉണ്ട്. എന്നിട്ട് ഇപ്പൊ എന്താ പറ്റിയത്? നീയിപ്പൊ താഴെ പോയി നോക്കാം. മോള് വന്നോ? മോളെ ഇരിക്കെ, അമ്മ വിളമ്പിത്തരാം. വേണ്ട അമ്മ, എനിക്ക് ഉറങ്ങിയാൽ മതി. ഞാൻ റൂമിലേക്ക് പോവാം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഫുഡ് കഴിക്കാൻ വന്നേ, ഇവിടെ ഇരിക്കും. അമ്മ വിളമ്പിത്തരാം. വാ, ഇവിടെ ഇരിക്കും. വാ മോളെ. എനിക്ക് വേണ്ടാത്തോണ്ടാ ഞാൻ ഉറങ്ങാൻ പോവാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അച്ഛാ. ആ ചെക്കൻ കാരണം ഇപ്പം അപ്പം ഒരു വാക്ക് കഴിക്കൂല. ഇത് കണ്ടോ വിശാൽ കേട്ടാ? എനിക്ക് വയ്യ. ഈ ചെക്കനെ കൊണ്ട് ഞാൻ തോറ്റു.
മമ്മി ഫുഡ് എടുക്ക വിശന്നിട്ട് വയ്യ. ഖാന ഖാന. കാനില്ലടാ ആന, നിനക്ക് ഞാൻ ആനേനെ പുഴുങ്ങി തരാം. ആ വന്നേക്കുന്നു ഫുഡ് വേണമെങ്കിൽ എടുത്ത് കഴിക്കണ ഇറക്കാം, എനിക്ക് അതല്ലേ പണി. എന്ത് പറ്റിയച്ചാ? ഇവിടെയുള്ള പെമ്പിള്ളേർക്കൊക്കെ വട്ടായോ? ഇതേ ചെറുക്ക, എന്റെ വായിലേക്കൊന്നും കേൾപ്പിക്കരുത്. മിണ്ടാരൊന്ന് കഴിച്ചിട്ട് എനിക്ക് പോകും. അച്ഛാ ഒരു മിനിറ്റ്, അവളെന്തേ? അവളിങ്ങോട്ട് ഇറങ്ങി വന്നല്ലോ ഫുഡ് കഴിക്കാനാന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഇവിടെ കണ്ടില്ല, ടിവിയുടെ മുന്നില്ല. ആ മോള് കിടന്നു, അവൾക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. കിടക്കേ? എവിടെ കിടന്നു? താഴെയോ? അതിന് ഞങ്ങളുടെ റൂം മേലെയല്ലേ? ഈശോ കേട്ടാ അങ്ങോട്ട് വന്നേ, ആ ചെറുക്കൻ്റെ അടുത്ത് വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുക. ഈശ്വര, ഉറങ്ങിയിട്ടുണ്ടാവോ? ഇപ്പൊ പോണോ റൂമിക്ക്? എന്ത് ചെയ്യും ഭഗവാനെ? ആ ഒരു സമയത്ത് അങ്ങനെ ദേഷ്യപ്പെട്ടു. ഒന്ന് പോയി നോക്കിയാലോ? വേണോ? അവളെ തലമണ്ടയ്ക്ക് എന്തെങ്കിലും എടുത്ത് അടിക്കോ? ഒരു പാട്ട് പാടിക്കൊണ്ടു പോവാം. ആ പാട്ടായാലും ഈശ്വര ഭയങ്കരമായിരുന്നു. പെണ്ണിന്റെ മടി ഉറപ്പാ. എന്തെങ്കിലും ആവട്ടെ, പോയി നോക്കാം. എന്താ എങ്ങനെ ഇങ്ങോട്ട് വന്നത്? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നിങ്ങളുടെ കൂടെ കിടക്കാൻ താല്പര്യമില്ലാന്ന്. പിന്നെ എന്തിനാ എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരുന്നത്? അങ്ങോട്ട് പൊക്കോ. എനിക്ക് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനുമില്ല, നിങ്ങളുടെ അടുത്ത് മിണ്ടാനുമില്ല, ഒന്നിനുമില്ല. പൊക്കോ. മഞ്ഞിൽ കുളിക്കും. സോറി. എന്റെ എല്ലാം ഇല്ലാമല്ലേ, എന്റെ ചേലത്ത് ചെമ്പരുന്നല്ലേ, നിന്റെ കാവിലെ കാണാൻ പാതകളും ഞാനല്ലേ. അല്ല എനിക്ക് മനസ്സിലായില്ല, എന്താ ഉദ്ദേശം? എന്താ ഇതിന്റെ ഒക്കെ അർത്ഥം? നീ എന്താടി വേണ്ട, നീ റൂമിലോട്ട് വാ, നമുക്ക് ഒന്നിച്ച് കൊടുക്കാം. ആ വാടി. സോപ്പ് ഒന്നിട്ടിട്ട് ഒരു കാര്യമില്ല മോനെ, അങ്ങോട്ട് പൊക്കോളാനാ ഞാൻ പറഞ്ഞത്. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരില്ല. എന്നെ കുറിച്ച് നീ കിടക്കേട്ടനെ കിട്ടും, ഏട്ടനെ കൊടുക്കട്ടെ. ഇത് എന്താണ് ഈ കാട്ടുന്നേ? എനിക്ക് ദേഷ്യം വരും കേട്ടോ. നിങ്ങളുടെ അടവൊന്നും അടുത്ത് നടക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ. കെട്ടിപ്പിടിക്കണേന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വേണ്ട, കെട്ടിയൊന്നും പിടിക്കണ്ട. ഒരു കെട്ടി പിടിക്കാൻ വന്നിട്ടുണ്ട്. എന്നെ ഒന്നും ചെയ്യണ്ട. അങ്ങടെ അകലോട്ട് നീങ്ങി കിടന്നു. ഇത് എന്തെങ്കിലും കെട്ടിപ്പിടിക്കാൻ ഒക്കെ വരില്ല. വൺ ഹഗ്, ഒരൊറ്റ രീതിയിൽ ഹഗ് ചെയ്ത് നമുക്ക് ചുമ്മാ കൊടുക്കാം. വേറെ ഒന്നും ഞാൻ ചെയ്യില്ല. വേണ്ടത് പറഞ്ഞില്ലേ, എനിക്കിഷ്ടമല്ല. മാറി കിടന്നു നിൽക്കുന്നത്. ഞാനിപ്പോ എനിക്ക് പോകും. ഞാൻ അമ്മ എടുത്ത് പോയിട്ടേക്കും. അച്ഛനും ഞാൻ ഇങ്ങോട്ട് പറഞ്ഞത്. ഈ മുട്ട അങ്ങനൊന്നും ചെയ്യലേ. അച്ഛനെ കിട്ടിട്ട് ഞാൻ എന്ത് ചെയ്യാനോ? എന്ത്? ആ എന്നാലും മര്യാദയ്ക്ക് കൊടുക്കും. എനിക്ക് ഉറക്കം വരുന്നുണ്ട്, എനിക്ക് ഉറങ്ങണം. ഏട്ടനോട് ഏട്ടനൊരു കാര്യം പറയട്ടെ. എന്നതാ നിങ്ങളുടെ പ്രശ്നം? എനിക്കറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക. ഇന്ന് രാവിലെ നമ്മളൊരു കാര്യം പറഞ്ഞായിരുന്നു. ഏട്ടന്റെ കുട്ടിക്ക് അത് ഓർമ്മയുണ്ടാണാവോ? എന്ത് കാര്യം? എനിക്കൊന്നും ഓർമ്മയില്ല. പക്ഷെ മറ്റേതൊക്കെ ഏട്ടൻ ഓർമ്മിച്ചാലോ? അടുത്തിട്ട് വന്നാലും ഇത് ഓർമ്മിപ്പിക്കാൻ പറ്റും. പറയുന്നതിനേക്കാളും നമുക്ക് പ്രാക്ടിക്കൽ ചെയ്യുന്നതല്ലേ. നിനക്ക് എക്സ്പെരിമെന്റ് ആവും, നല്ലതാണ്. അഞ്ചര മാറുന്നുണ്ട്. പറഞ്ഞിട്ട് എനിക്കിനി ശരിക്കും ശരി ശരി, ഓക്കെ ഓക്കെ. ഇനി ഒരു അവസാന ക്വസ്റ്റ്യനും കൂടി, അതും കൂടി മറന്നു വന്നാൽ നമുക്ക് ഉറങ്ങാം. എന്നതാന്ന് വെച്ചാൽ വേഗം പറ. നിങ്ങൾ പുറത്തു പോയപ്പോ എന്താ കഴിച്ചത്? നിങ്ങൾ ഏത് സിനിമയാണ് കണ്ടത്? നിങ്ങൾക്ക് എന്തേ മനുഷ്യ വയ്യ? നിങ്ങൾക്ക് കീറിഞ്ഞിരിക്കുകയാണോ? എനിക്കറിയാൻ വയ്യാത്തോട് ചോദിക്കാം. അല്ല, നിങ്ങൾ മൂന്നുപേരും കൂടി പുറത്തു പോയപ്പോ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവുമല്ലോ, അതുകൊണ്ടായിരിക്കുമല്ലോ നീ ഇപ്പൊ ഒന്നും കഴിക്കാതെ കിടക്കുന്നേ. അമ്മയച്ഛനും പറഞ്ഞു നീ ഒന്നും കഴിച്ചിട്ടില്ലെന്ന്. എന്നതാ കഴിച്ചത്? നൂഡിൽസ് ആണോ? നിങ്ങളുടെ പലയല്ല വീട്ടിൽ പോയി കഴിച്ചത്. പൂർണ്ണ മനുഷ്യ ഈശ്വരമായി ഒരു മണ്ടൻ പൊട്ടൻ കാണാൻ ഭർത്താവിനെ എനിക്ക് കിട്ടിയെന്ന് അറിയിക്കുന്നുണ്ട്.
എന്നോട് തന്നെ ദേഷ്യം. എന്നാ വേണ്ട നീ ഇങ്ങനെയൊക്കെ പറയുന്നു? മണ്ടനോ? ഞാൻ എപ്പോഴും മണ്ടനായത്. ചോദ്യം മറിച്ചിലൊക്കെ കഴിഞ്ഞല്ലോ, എനിക്കൊന്ന് ഉറങ്ങണം. മാറി കിടക്കാൻ അങ്ങോട്ട്. ആ ശരി, അറിയിക്കോ. ഗുഡ് നൈറ്റ്. ലവ് യു. ലവ്യൊക്കെ മൂലം മാത്രം എനിക്കൊന്നും വേണ്ട. അപ്പൊ ആർമീസ്, നിങ്ങൾക്ക് സ്റ്റോറി ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഇറങ്ങണം തന്നെയാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ എല്ലാ സൺഡേസോ അല്ലെങ്കിൽ സാറ്റർഡേസോ ഒരു ലോങ് വീഡിയോ എങ്കിലും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ അടുത്ത ആഴ്ച മിക്കവാറും ആയിരിക്കും ഇടുക. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ.